അപ്പം നമ്മൾ ശിവരാത്രി കാണാൻ പോവുക. ഏതമ്പലത്തേക്കാണ് പോണേ? അയ്യപ്പൻകാവ് മുണ്ടത്തിക്കോട്. എന്തിനാ പോണേ? തിരുവാതിരപ്പള്ളിയാണ്. ആരുടെ? എല്ലാവരും. അപ്പം ശരി, ഓക്കെ, ബൈ, സീ യു. ഓക്കെ. അപ്പം നമ്മൾ ശിവരാത്രി കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലെത്തി. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കസാര പിടിച്ച് അവിടെ ഇരിപ്പായി. വേഗം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഊട്ടും കാര്യങ്ങളുള്ള കാരണം നല്ല തിരക്കായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങി. ഓരോരുത്തർ കുറച്ച് ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് പരിപാടികളൊക്കെ. ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കുറച്ച് പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ പിള്ളേരുടെ ഡാൻസുകൾ, പിന്നെ വലിയവരുടെ ഡാൻസ്, പ്രായഭേദമില്ലാണ്ട് ഒരുപാട് ഡാൻസുകളും പാട്ടുകളും ഉണ്ടായിരുന്നു. കൂടുതലും പാട്ടുകൾ അത് നമ്മുടെ 2024 ARM ഇറങ്ങിയ അതിലെ പാട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പിള്ളേർ പഠിക്കുന്നത്. പിന്നെ കുറേ കുഞ്ഞു മക്കളുടെ ചെറിയ ഡാൻസുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. ഞാൻ ഡാൻസൊക്കെ ഇതിൽ കുറച്ച് പാട്ടുകളുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. വോളിയം ഭയങ്കര കൂടുതലായിരുന്നു ഡാൻസ് വെച്ചിരുന്ന പാട്ടിൻ്റെ. ഞങ്ങളുടെ കുറച്ച് വീഡിയോസുകൾ ഇടയിലെടുത്തു. ഫുൾ ഇരുട്ടായി അവിടെ. പിന്നെ ഇതിൽ കുറച്ച് ഡാൻസുകളൊക്കെ ഞാൻ ആഡ് ചെയ്യാം, കുറച്ച് പാട്ടുകൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക, അതാട്ടോ കേൾക്കാത്തത്. ഇത് പെട്ടെന്ന് ലേറ്റ് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ 2-3 വീഡിയോസ് എടുക്കാമെന്ന് വെച്ച്. അമ്മ എൻ്റെ ഇടയിൽ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എന്താണെന്നൊന്നും ഓർമ്മയില്ല. ഇത് എൻ്റെ പണ്ട് ഞാൻ തിരുവാതിര കളിക്കാൻ പോയിരുന്നു, അതിൻ്റെ ടീമാണ്, നമ്മുടെ മുണ്ടത്തിയോടുള്ള ടീമുകളാണ്. ഒരുപാട് തിരുവാതിരവരെല്ലാവരും പ്രായമുള്ളവരാണ്. ഒരുപാട് തിരുവാതിര കളികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റടിച്ചു, കാരണം ഞാനിതിൽ കളിച്ചിരുന്നു. ഇതേ സ്റ്റേജിൽ ഞാനും കളിക്കാൻ പോയിട്ടുണ്ട്. പെട്ടെന്ന് നൊസ്റ്റടിച്ച്. ഞാൻ ഈ ഡാൻസ് മ്യൂസിക്കായിട്ടുള്ളത് ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ മ്യൂസിക്കായിട്ടുള്ള 2-3 വീഡിയോസുകൾ, ഈ ശിവരാത്രിയുടെ 2-3 ഡാൻസും പാട്ടിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മ്യൂസിക്കുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ലേറ്റ് വന്നപ്പോൾ ഞാൻ ഈ ക്രൗഡ് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു, എന്നാലും കസാരകൾ ഒഴിവുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു നല്ലപോലെ. പിന്നെ ഈ മോള് ഭയങ്കര രസമായിരുന്നു. പാട്ട് ഓണാക്കണേക്കാളും മുന്നേ തന്നെ അവൾ പാടിത്തുടങ്ങി. ആരും മൈൻഡ് ചെയ്യാണ്ട് അവൾ ഭയങ്കരമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടിൻ്റെ മ്യൂസിക് വർക്കായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആൾ നിർത്തണില്ല, പാടിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതുപോലെ തന്നെ ഈ മോളും ഭയങ്കര രസമായിരുന്നു. ഇവർ 3 പേരും കൂടി കളിച്ചിട്ട് നടുക്കിലുള്ള വാവ മാത്രം കളിക്കണില്ല. അവൾ കുറേ കളിക്കാൻ നോക്കുന്നുണ്ട്, കുറേ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ അവൾക്കത് പറ്റണില്ല. അവർ ചേച്ചിമാരൊക്കെ നോക്കുന്നുണ്ട്, പിന്നെ അവളുടെ രീതിയിൽ തന്നെ അവൾ സ്റ്റെപ്പ് ഇട്ടോടെ. ഇതുപോലെ 2-3 ചേട്ടന്മാർ പാട്ട് പാടിയായിരുന്നു. എനിക്ക് എല്ലാവരും ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞാൻ കുറേ പേരൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ മോൻ സ്റ്റേജ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അവന് തോന്നിയ പോലത്തെ സ്റ്റെപ്പുകൾ അവൻ കളിക്കുന്നു, പക്ഷേ ഫുൾ സ്റ്റേജും കവർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നിലത്തേക്ക് ഇറങ്ങി മണ്ണിലായി അവൻ്റെ ഡാൻസ് കളി മൊത്തം. അവസാനം അവൻ്റെ അമ്മ തിരിച്ച് സ്റ്റേജിൽ കയറുന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവൻ കയറിപ്പോയത്. ഈ പരിപാടി കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. പോകാനേക്കാളും പിന്നെ അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അമ്മ എൻ്റെ ഇടയിൽ ഭയങ്കര തണുപ്പ് ഐസ്ക്രീം, അപ്പോൾ പിന്നെ അതിൻ്റെ ആക്ഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്മ അപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറി കുറച്ച് പണികളുണ്ടായിരുന്നു, അതെടുത്ത് പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല, ഞാൻ വന്നോണ്ട് എൻ്റെ ഫോൺ നോക്കി അവിടെ ഇരുന്ന്. അമ്മ പറയണതൊന്നും കേൾക്കുന്നില്ല, അപ്പോൾ ഞാൻ അമ്മയോട് ഉറക്കെ പറയാൻ പറഞ്ഞപ്പോഴാണ് അമ്മ ഇങ്ങനെയുള്ള ആക്ഷനൊക്കെ കാണിച്ച് ഉറക്കെ പറഞ്ഞത്. അപ്പോൾ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.